നഗരിയിലെ പ്രധാന ജീവനാടി എന്ന് പറയുന്നത് തന്നെ പ്രോഗ്രാം കമ്മിറ്റിയാണ്. മത്സരം, അതായത് കലോത്സവം പ്രഖ്യാപിച്ചത് മുതൽ കലോത്സവം കഴിഞ്ഞ് ജില്ലാ കലോത്സവം വരെയുള്ള മത്സരങ്ങൾ വരെയുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് പ്രോഗ്രാം കമ്മിറ്റിയാണ്. നമ്മുടെ വണ്ടൂർ ഉപജില്ലാ കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന വണ്ടൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിലാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ പ്രോഗ്രാം കമ്മിറ്റി പ്രവർത്തകരായ അധ്യാപകരെല്ലാവരും ഉണ്ട്. നമുക്ക് ഇവരുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. പക്ഷേ പ്രോഗ്രാം കമ്മിറ്റി ഉഷാറല്ലേ? പ്രോഗ്രാം കമ്മിറ്റി വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. നമ്മൾ നിശ്ചയിച്ച പ്രകാരമുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടാണ് പോകുന്നത്. ഇതിന്റെ വിശദ വിവരങ്ങളൊക്കെ നമ്മുടെ പ്രോഗ്രാം കൺവീനർ സൈത്ത് മാഷാണ്. സൈത്ത് മാഷ് പറയും. ഓക്കെ, സൈത്ത് മാഷേ, എങ്ങനെയൊക്കെയാണ് പ്രോഗ്രാം ചാർട്ടും കാര്യങ്ങളൊക്കെ? ഇതിപ്പോ കലോത്സവം എന്ന് പറയുന്നത് കലോത്സവം പ്രഖ്യാപിച്ചത് മുതൽ ജില്ലാ കലോത്സവം തുടങ്ങുന്ന വരെയുള്ളൊരു പ്രോസസ്സിംഗ് ആണ് പ്രോഗ്രാം കമ്മിറ്റിക്കുള്ളത് അല്ലേ? എന്തൊക്കെ ഒരുക്കങ്ങളാണ് വരുന്നത്? നമുക്ക് ഇന്ന് വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കാരണം കാലാവസ്ഥ വളരെ അനുകൂലമാണ്. ഇന്നലെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതിസന്ധി മഴ തന്നെയായിരുന്നു. മഴ കാരണം നമുക്ക് വേദികളിലെ വിചാരിച്ച പോലെ പ്രോഗ്രാം കൊണ്ട് നടക്കാൻ പറ്റിയില്ല. മെയിൻ വേദികളും അതിൻ്റെ അടിയിലുള്ള നിലമൊക്കെ മഴ പെയ്ത് ചെളിയായ കാരണം വേദികൾ മാറ്റേണ്ടി വന്നു. ഇന്നും നമ്മൾ മഴ പ്രതീക്ഷിച്ചിട്ടാണ് വേദികളൊക്കെ മാറ്റിയിട്ടാണ് പരിപാടികളൊക്കെ തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും ധാരാളം ഓഡിയൻസ് ഉണ്ട്. ഇന്ന് വിചാരിച്ച സമയത്ത് തന്നെ പ്രോഗ്രാം തീർക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് വണ്ടൂർ ജില്ലയുടെ വണ്ടൂരോ മറ്റു മേഖലയിലാണെങ്കിൽ ഈ ഒരു കാലാവസ്ഥ പേടിക്കേണ്ടല്ല. കരുവാരക്കുണ്ട് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മലയോര മേഖലയായിരുന്നു. അത് തീർച്ചയായും മലയോര മേഖല ആയതുകൊണ്ട് തന്നെയാണ് പേടി. നമ്മുടെ ഇവിടെ ലോക്കൽ പ്രാദേശികമായിട്ടുള്ള ആളുകൾ നമ്മളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്യും. അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലാവസ്ഥ കണ്ട് വളരെ അനുകൂലമാണ്. ഇന്ന് ഏകദേശം 1337 പാർട്ടിസിപ്പൻസ് ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ജഡ്ജസിനൊക്കെ വിളിക്കുക അല്ലെങ്കിൽ അവരെ കൊണ്ടുവരാനൊക്കെ നിങ്ങൾ ഉത്തരവാദിത്തമാണല്ലേ? അതെ, തീർച്ചയായും. ജഡ്ജസിനൊക്കെ നമുക്ക് ഓരോ ഐറ്റത്തിനും അതിന്റെ പ്രഗത്ഭന്മാരെ തന്നെയാണ് നമ്മൾ നിയോഗിച്ചിരിക്കുന്നത്. കാരണം അപ്പീല് പരമാവധി കുറക്കുക എന്നുള്ള ലക്ഷ്യം. പക്ഷെ പൊതുവെ അപ്പീല് അങ്ങനെ പറയുന്നില്ല. ജെന്യൂനായിട്ട് കേസുകൾ ഉണ്ടാവാമല്ലോ. നമ്മുടെ ആസ്വാദനത്തിന്റെ തലവും മാർക്കും ഒക്കെ വ്യത്യാസമുണ്ട്. നല്ല കുട്ടികൾക്ക് കിട്ടാതിരിക്കാൻ പല കാരണമുണ്ട്. ആ സമയത്ത് ആ കുട്ടി എന്ത് പ്രസന്റ് ചെയ്യുന്നു അതിനാണല്ലോ മാർക്ക് ഇടുന്നത്. അപ്പീലുകളൊക്കെ സ്വാഗതമാണ്. അപ്പോൾ പിന്നെ ഇവിടെ പ്രോഗ്രാം എല്ലാം കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് കാര്യങ്ങളനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും. പിന്നെ നമുക്ക് പറയാനുള്ള കരുവാരക്കുണ്ട് മേഖലയിലെ ജനങ്ങളുടെ ഇതിൻ്റെ ഒരു സപ്പോർട്ടാണ്. ഇവിടെ പ്രാദേശികമായി നല്ല സപ്പോർട്ടാണ്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അവർ ഇടപെടുന്നു. അതുപോലെ സ്റ്റേജുകളിലും മറ്റും മഴ പെയ്ത പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുന്നു. തീർച്ചയായും കരുവാരക്കുണ്ട് ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മാർക്ക് പോയിന്റുകളൊക്കെ വരുമ്പോൾ കൃത്യമായ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നടക്കും. തീർച്ചയായും നമുക്കൊരു ബ്ലോഗ് ഉണ്ട്. അതിൽ അപ്പം തന്നെ ഒരു റിസൾട്ട് പറഞ്ഞ് 15 മിനിറ്റിനകം നമ്മൾ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് എണ്ണയിട്ട യന്ത്രം പോലെയുള്ള പ്രവർത്തനമാണ് പ്രോഗ്രാം കമ്മിറ്റി കാഴ്ചവെക്കുന്നത്. തുടർന്ന് മത്സരം തീരുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഇവർക്കാവട്ടെ എന്നുകൂടെ ആശംസിക്കുകയാണ്. ക്യാമറ പേഴ്സൺ വിനീഷ് കനോടൊപ്പം ടീം സ്വന്തം.